ഹായ് എല്ലാ കൂട്ടുകാർക്കും ഡെയിലി വ്ളോഗ്സിൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കല്ലേ? ഞാനും സുഖമായിട്ടിരിക്കുകയാണ്. ഇത് 2 ദിവസം മുന്നേ എടുത്ത നമ്മുടെ വീഡിയോ ആണ് കേട്ടോ. 2 ദിവസം മക്കൾക്ക് ലീവായിരുന്നില്ലേ പൂജവെപ്പിൻ്റെ ഒക്കെ. അപ്പോൾ ആ സമയത്ത് നമ്മൾ സിനിമ കാണാൻ പോയിട്ടുണ്ടായിരുന്നു. ചങ്ങരംകുളം മാർസിലേക്കാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അന്ന് എടുത്തു വെച്ചതാണ്. അതിനുശേഷം തീരെ വയ്യാതായിട്ട് 2 ദിവസം അങ്ങനെ റെസ്റ്റായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനാദ്യം ഇതിൽ ആഡ് ചെയ്തു. അപ്പോൾ ഇന്ന് ഞായറാഴ്ചത്തെയും 2 ദിവസം മുന്നത്തേക്ക് ആയിട്ടുള്ള വീഡിയോസാണ് കേട്ടോ ഇന്നത്തെ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്നൊന്നും അറിയില്ല. എന്തായാലും കണ്ടു നോക്ക്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും ആരും മറക്കരുത്. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് നിൽക്കണം കേട്ടോ. അപ്പോൾ ഞങ്ങൾ അന്ന് സിനിമയ്ക്ക് പോകുമ്പോൾ പാടവും തോടും അമ്പലവും ഒക്കെ ഉണ്ട് കേട്ടോ. എനിക്ക് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കും നമ്മളുടെ വീടിന് ചുറ്റും തോടും പാടവും അമ്പലവും കുളങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാനങ്ങനെ പോണ സമയത്ത് വീഡിയോ എടുത്തതാണ്. ഒരു 2 മണി 2:30 കേട്ടോ നമ്മളിതിൽ പോയത്. ആ സമയത്തായിരുന്നില്ല ഇതിലേക്കും ഭംഗിയായിരുന്നു കേട്ടോ. വരുന്ന സമയത്ത് ഒരു 6 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ വരുമ്പോൾ. അപ്പോൾ ഇതിലേക്ക് നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെയൊക്കെ തട്ടിമുട്ടി അങ്ങനെ നിന്നിട്ടാണ് കേട്ടോ പോയത്. ബസ്സിനാണ് പോയത്. അപ്പോൾ ബസ് സ്റ്റോപ്പിലേക്ക് നടക്കുന്ന സമയത്ത് എടുത്ത വീഡിയോസാണ് കേട്ടോ. നമ്മുടെ അടുത്തൊരു വിഷ്ണുവിൻ്റെ അമ്പലമുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഇങ്ങനെ നടന്നൊന്ന് എടുത്തിട്ട് അവിടെ ഒരു അമ്പലക്കുളം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം അത് പിന്നെ പാടം ഒക്കെയാണ്. അപ്പോൾ ചാച്ചിക്കുട്ടി മുന്നേ ഓടുന്നുണ്ട് കേട്ടോ. കിച്ചുമോനും ചാച്ചിക്കുട്ടി മുന്നോടും ഞാനും അച്ചുമോളും പുറകിൽ പോവും. അത് കഴിഞ്ഞിട്ട് പിന്നെ ചാച്ചിക്കുട്ടി എൻ്റെ കൂടെ പിടിച്ചു കിട്ടാം. കിച്ചുവിനായിട്ട് ഇടയ്ക്കൊന്ന് വഴക്കിടും. അപ്പം എൻ്റെ കൂടെ കൂടും. അങ്ങനെയൊക്കെ ആയിട്ട് ഞങ്ങൾ ബസ് സ്റ്റോപ്പിലേക്ക് എത്തി. ടാക്കീസിലെത്തി. അല്ല ബസ്സൊക്കെ വന്ന് പിന്നെ പെട്ടെന്ന് തന്നെ അവിടെ എത്തിയിട്ടോ. അപ്പോൾ അവിടെ നിന്ന് വീഡിയോ എടുത്തിട്ട് ഞങ്ങളങ്ങനെ കയറിപ്പോയി. പിന്നെ എന്തെങ്കിലും കഴിക്കാൻ മേടിക്കാമെന്ന് വിചാരിച്ചിട്ട് അച്ചുവിനെയും ചാച്ചിക്കുട്ടീനെ അവിടെ ഇരുത്തിയിട്ട് ഞാനും കിച്ചുമോനും താഴത്തേക്ക് ഇറങ്ങിപ്പോന്നു കേട്ടോ. പക്ഷെ അവിടെ ഒന്നും കണ്ടില്ല. പിന്നെ ഞങ്ങൾ അങ്ങനെ തന്നെ കയറിപ്പോയി. പോപ്കോണൊക്കെ മേടിച്ചിട്ട് സിനിമ കാണാനായിട്ട് കയറി. ലോകയാണ് കേട്ടോ കണ്ടത്. അപ്പോൾ അത് കണ്ടിട്ട് പിന്നെ പോന്നു. പിന്നെ നമ്മളന്ന് വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ. വരുന്ന സമയത്തായിരുന്നു എന്ന് പറഞ്ഞില്ലേ ഞാൻ പാടത്തൊക്കെ കാണാനായിട്ട് നല്ലൊരു വൈബ് ഉണ്ടായിരുന്നു. ആ സമയത്ത് അവിടെ നിറയെ ആളുകൾ ചൂണ്ടിടാനൊക്കെ ആയിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ അതൊന്നും എടുത്തില്ല. പിന്നെ നേരം വൈകിട്ടുണ്ടായിരുന്നു. വീട്ടിൽ വന്നിട്ട് പിന്നെ നമുക്ക് ഏട്ടൻ വരുമ്പോഴേക്കും ഭക്ഷണം ഉണ്ടാക്കണം. അപ്പം അതിൻ്റെയൊക്കെ ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ വേഗം അങ്ങനെ നടന്നിട്ട് പോന്നു. അപ്പോൾ അതൊക്കെയായിരുന്നു നമ്മുടെ സിനിമ കാണാൻ പോയ വിശേഷങ്ങൾ. അപ്പോൾ കുറേ പേരൊക്കെ കമൻറ്റ് ചെയ്ത് ചോദിക്കുന്നുണ്ട് കേട്ടോ എവിടെയെന്ന് നിർത്തിപ്പോയി എന്ന് വിചാരിച്ചിട്ടോ. നിർത്തി പോയിട്ടൊന്നുമില്ല കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് 2 ദിവസം നമ്മുടെ വീടൊക്കെ വൃത്തിയാക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ പഴയ വീടുണ്ടല്ലോ. പിന്നെ ഇത് ഇന്ന് ഞായറാഴ്ച എടുത്ത വീഡിയോ ആണ് കേട്ടോ. തിക്കും തിരക്കിൽ വേഗം ഒന്ന് വീഡിയോ ഇടട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എടുത്തതാണ്. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ വീഡിയോ ആണ് കേട്ടോ ഞാൻ എടുത്തത്. അപ്പോൾ രാവിലെ തന്നെ കൊള്ളി ഉള്ള പാൽക്കപ്പയും പിന്നെ ചിക്കൻ കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഫ്രൈ ചെയ്തിട്ടാണ് കേട്ടോ ഇന്ന് കറി ഉണ്ടാക്കിയത്. അപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റ് ഉണ്ടായിരുന്നു. ചിക്കൻ ഫ്രൈ ചെയ്ത് മാറ്റിയിട്ട് കറി വെച്ചു. ബോൺലെസ് പീസ് ഉണ്ടല്ലോ അത് ചെറുതാക്കി കട്ട് ചെയ്തിട്ട് ഉണ്ടാക്കിയത്. അപ്പോൾ അടിപൊളിയായിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ പാൽക്കപ്പയും. അപ്പോൾ ഞാൻ അപ്പുറത്ത് പിന്നെ കൊള്ളി വേവിക്കാനായിട്ട് കുക്കറിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഗ്യാസിൽ തിളച്ച് പോയി. ചെറിയ കുക്കറാണ്. അതിലൊരു 3/4 ഭാഗം പിന്നെ കൊള്ളിയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിലേക്ക് വെള്ളവും ഒഴിച്ചു കൊടുത്തപ്പോഴേക്കും വെള്ളത്തിരി തോനെ വേണമല്ലോ അതിൽ നിന്ന് ഊറ്റിയെടുക്കാനായിട്ട്. അപ്പം ഞാൻ വെള്ളം ഇത്തിരി വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണെന്ന് വിചാരിക്കുന്നു. ഒരു ടീസ്പൂൺ എങ്ങാനും മീതെ വെച്ചാൽ തിളച്ച് പോവാറില്ല കേട്ടോ. പക്ഷെ അത് മറന്നു. അപ്പോഴേക്കും ഇത് നമ്മുടെ ചിക്കനൊക്കെ ഫ്രൈ ചെയ്ത് മാറ്റി. അപ്പം ഞാൻ തലേ ദിവസം ശനിയാഴ്ച രാത്രിയാകുമ്പോൾ അതൊക്കെ കഴുകി സാധാരണ ചെയ്യണ പോലെ അതിൽ ഉപ്പും മുളകും മഞ്ഞൾപ്പൊടിയും കുറച്ച് ലെമൺ ജ്യൂസും കുറച്ച് മസാലപ്പൊടിയും കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് അങ്ങനെ എടുത്തു വെച്ചതാണ് കേട്ടോ. അപ്പോൾ അതിന്ന് എടുത്തിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ട് സാധാരണ നമ്മൾ ചിക്കനൊക്കെ റോസ്റ്റ് ചെയ്യാനൊക്കെ കറി വയ്ക്കാനൊക്കെ ചെയ്യില്ല. അതുപോലെ തന്നെ സവോളയും തക്കാളിയും വെളുത്തുള്ളിയും ചുവന്നുള്ളിയൊക്കെ ചതച്ചതും ഒക്കെ ഇട്ടിട്ട് ഇഞ്ചിയും വെളുത്തുള്ളി കേട്ടോ. അപ്പോൾ അതൊക്കെ ചതച്ച് ചേർത്തിട്ട് പിന്നെ കറിവേപ്പിലൊക്കെ ഇട്ടു. മുഴുവനായിട്ട് പച്ചമുളക് ഇട്ടു കേട്ടോ. അപ്പോൾ നമ്മുടെ ആ ഒരു നല്ല സ്മെല്ലും നല്ല ടേസ്റ്റൊക്കെ കിട്ടുമെന്ന് പറയല്ലോ. അപ്പോൾ അതും കൂടെ അങ്ങനെ 2-3 പച്ചമുളകൊക്കെ ഇട്ട് കൊടുത്തിട്ട്
അങ്ങനെ വഴറ്റിയെടുക്കുകയാണ് കേട്ടോ ചെയ്തത്. തക്കാളിയും പിന്നെ മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും മുളക് പൊടിയും കുരുമുളക് പൊടിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. കുറച്ച് തൈരും കൂടെ ചേർത്തിട്ട് പിന്നെ തിളച്ച വെള്ളം, അപ്പോഴേക്കും ഞാൻ കെറ്റിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അങ്ങനെ അടച്ചു വെച്ചു. അപ്പോൾ നമ്മുടെ അടിപൊളി ടേസ്റ്റുള്ള ചിക്കൻ കറിയും കുറച്ച് നല്ല തിക്കായ ഗ്രേവിയായ സമയത്താണ് കേട്ടോ. അപ്പം ഞാൻ ഇന്നിനി ഗീ റൈസ് ഉണ്ടാക്കാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് ചിക്കൻ ഫ്രൈ ചെയ്യാനായിട്ട് വേറെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ലെഗ് പീസും മറ്റുള്ള പീസുകളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഫ്രൈ ചെയ്യുകയും ചെയ്യാം. ഈ ഒരു ഗ്രേവിക്ക് വേണ്ടിയിട്ട് ഈ ഒരു കറി എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ രണ്ടിലേക്കും കൂടിയിട്ട് ഉള്ളതാണ് കേട്ടോ ഈ ഒരു കറി. അപ്പോൾ അതൊക്കെയായിരുന്നു ഇന്ന് രാവിലത്തെ നമ്മുടെ വിശേഷങ്ങൾ. ഇന്നലെ ഞാൻ കിടക്കുമ്പോൾ വിചാരിച്ചിട്ടൊന്ന് രാവിലെ നേരത്തെ എണീച്ചിട്ട് വീഡിയോ ഒക്കെ എടുക്കണം എന്നൊക്കെ. എവിടെ രാവിലെ നേരം വൈകിട്ടാണ് കേട്ടോ എണീച്ച് വന്നത്. അപ്പോൾ പിന്നെ എന്തായാലും വീഡിയോ എടുക്കാതിരുന്നില്ല, വേഗം എടുത്തു. മക്കളൊന്നും എണീച്ച് വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഭക്ഷണമൊക്കെ ആയപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ കഴിച്ചു. ഞങ്ങൾ ഇതുവരെ പാൽക്കപ്പയും ചിക്കനും കൂടെ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പാൽക്കപ്പയും പിന്നെ ബീഫ് കറി ആക്കിയിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ഇതേപോലെ പാൽക്കപ്പ ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ ദോശയ്ക്കൊക്കെ കറി പോലെ ആക്കിയിട്ടും കഴിക്കാറുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ്. രണ്ടും നല്ല കോമ്പിനേഷനാണ് കേട്ടോ അത്. അങ്ങനെ തന്നെ നമുക്ക് ഇഡ്ഡലിക്കും കഴിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാക്കിയിട്ടില്ല. ഇന്നിപ്പോൾ ചിക്കൻ കറിയാണ് ഉണ്ടാക്കിയത്. അതും നല്ല കോമ്പിനേഷനാണ് കേട്ടോ. നല്ല സിമ്പിളാണ് പാൽക്കപ്പ ഉണ്ടാക്കാനൊക്കെ, നല്ല എളുപ്പമാണ്. കുറച്ച് നാളികേരമൊക്കെ പിഴിഞ്ഞെടുക്കേണ്ട ഒരു പണിയുള്ളൂ അല്ലേ. പിന്നെ കപ്പ കട്ട് ചെയ്തിട്ട് ഉപ്പിട്ട് വേവിച്ചിട്ട് ഊറ്റി മാറ്റിയിട്ട് പിന്നെ 2 അല്ലി വെളുത്തുള്ളിയും ചുവന്നുള്ളിയും പച്ചമുളകും ചതച്ചത് ഇട്ട് കൊടുത്തിട്ട് അത് നല്ലപോലെ ഉടച്ചെടുത്തിട്ട് പിന്നെ അതിലേക്ക് വറ്റൽമുളകും കടുകും കറിവേപ്പിലയും ഒക്കെ കൂടിയിട്ട് ചുവന്നുള്ളിയും കൂടിയിട്ട് താളിച്ചൊഴിക്കാൻ കേട്ടോ ചെയ്യുക. അപ്പോൾ അതും നല്ല സിമ്പിളല്ലേ ചെയ്യാനായിട്ട്. അപ്പോൾ രാവിലെയൊക്കെ ഇനിയിപ്പോൾ നേരം വൈകി എണീച്ചാലും കുഴപ്പമൊന്നുമില്ല. തലേദിവസമൊക്കെ നമുക്ക് കൊള്ളിയൊക്കെ കട്ട് ചെയ്തിട്ട് എടുത്ത് വെച്ചാൽ ഇതിലേക്കും എളുപ്പമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ സവോള കട്ട് ചെയ്യലും നമ്മുടെ ഈ ചിക്കൻ കറിയിലേക്കുള്ള സവോള തക്കാളിയൊക്കെ കട്ട് ചെയ്തെടുക്കലുണ്ടായിരുന്നുള്ളൂ. പിന്നെ വെളുത്തുള്ളിയും ഇഞ്ചിയും ഒക്കെ നമ്മൾ തൊലി കളഞ്ഞ് എടുത്ത് വയ്ക്കില്ല. അപ്പോൾ അതൊക്കെ ചതച്ചിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കുക. അപ്പോൾ പണിയൊക്കെ നമ്മുടെ പെട്ടെന്ന് കഴിയും കേട്ടോ. അതൊക്കെ സെറ്റാക്കി എടുത്ത് വെച്ചാൽ വേഗം കഴിയും. എനിക്ക് എണീക്കാനുള്ളൊരു മടിയുള്ളൂ കേട്ടോ. എണീച്ചാൽ പിന്നെ പണികൾ തീരുന്നത് അറിയില്ല. ഭയങ്കര സ്പീഡിൽ അങ്ങോട്ട് ചെയ്തിട്ട് ഇതാ പറയുമ്പോഴേക്കും പണികളൊക്കെ അങ്ങനെ കഴിയും കേട്ടോ. അത് കാരണം കൊണ്ട് എനിക്ക് നേരം വൈകിയാലും അങ്ങനെ ടെൻഷനൊന്നുമില്ല. ഓടി നടന്ന് അങ്ങനെ സമയത്തിന് അങ്ങോട്ട് തീരാറുണ്ട് എന്നും. ഇതൊക്കെ ആയ സമയത്താണ് കേട്ടോ കറക്റ്റായിട്ട് മക്കളൊക്കെ എഴുന്നേറ്റ് ബ്രഷ് ചെയ്യാനൊക്കെ തുടങ്ങിയത്. അപ്പോഴും ചാച്ചിക്കുട്ടി എണീച്ചിട്ടുണ്ടായിരുന്നില്ല എന്നല്ല, കട്ടിലിൽ അവിടെ കിടന്നിട്ട് അങ്ങനെ കളി തുടങ്ങുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ പോയി വിളിച്ച് എണീപ്പിക്കുകയാണ് ചെയ്തത്. പിന്നെ അവളത് ബ്രഷ് ചെയ്തിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചു. ഞാൻ പാൽക്കപ്പയിലേക്ക് 1-ാം പാൽ മാത്രമാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ലൊരു തിക്കായിട്ട് കിട്ടും. നമ്മളിതിൽ ചിക്കൻ കറി കൂട്ടി കഴിക്കണതല്ലേ. ഇനിയിപ്പോൾ നമ്മൾ ദോശയ്ക്കും ഇഡ്ഡലിക്കൊക്കെ ഇത് കറി പോലെ കഴിക്കാനാണെങ്കിൽ നമുക്ക് 2-ാം പാലും ചേർത്ത് കൊടുത്തിട്ട് ഇത്തിരിയും കൂടെ ലൂസാക്കി എടുക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ പാൽക്കപ്പയും ചിക്കൻ കറിയും ഒക്കെ റെഡിയായി. അപ്പോൾ ഞങ്ങൾ അങ്ങനെ പ്ലേറ്റുകളൊക്കെ നിരത്തി വെച്ചിട്ട് ഞാൻ നമ്മുടെ ഫോൺ ഒരുത്തിൽ കുത്തിച്ചാരി വെച്ചിട്ട് വീഡിയോ എടുത്തതാണ് കേട്ടോ. പക്ഷേ അതൊന്നും ഇതിൽ പെട്ടില്ല, എന്നെ മാത്രമേ പെട്ടുള്ളൂ എന്ന് പിന്നെ എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് കേട്ടോ നോക്കിയത്. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കുള്ള പ്ലേറ്റൊക്കെ നിരത്തി വെച്ചിട്ട് അതിലേക്ക് പാൽക്കപ്പയും പിന്നെ നമ്മുടെ ചിക്കൻ കറിയൊക്കെ ഇട്ട് കൊടുത്തു. ഞങ്ങളങ്ങനെ കഴിച്ചു. അപ്പോൾ അതൊക്കെ വിളമ്പി വെച്ച സമയത്ത് ചാച്ചിക്കുട്ടീനെ കാണാനില്ല കേട്ടോ. അപ്പം ഞാൻ ചാച്ചിക്കുട്ടീനെ വിളിക്കാൻ പോയി. അപ്പോൾ ചാച്ചു എണീച്ച് അവിടെ കിടന്ന് അങ്ങനെ കളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ചാച്ചു അത് ബ്രഷ് ചെയ്ത് വന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പെട്ടെന്ന് തന്നെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. എല്ലാ എൻ്റെ കൂട്ടുകാർക്കും ബായ്.